പിന്നെ നമ്മള് ഈ ചർച്ച സീരിയസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു എന്താണ് ആശയവിനിമയം എന്നുള്ളൊരു സബ്ജക്ട് ഉണ്ട് അല്ലെ. നമ്മൾ ഈ ആശയവിനിമയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഇപ്പം അതെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് വെച്ചോ. അപ്പൊ നമ്മള് തമ്മിൽ സംസാരിക്കുമ്പോഴേ എനിക്കൊരു ആശയം ലക്ഷ്മിയടത്തിയോട് പറയണമെങ്കിൽ അത് അതെ അതെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ലക്ഷ്മിയടത്തിയായിട്ട് പറയണമെങ്കിൽ അതൊന്ന് ലക്ഷ്മിയടത്തിക്കും കൂടെ പരിചയമുള്ള വാക്കുകളായിരിക്കണം. പിന്നെ ലക്ഷ്മിയടത്തിക്കും കൂടെ ഒരു ബോധ്യമുള്ള അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന അതായത് നമ്മുടെ രണ്ടുപേരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പരിധിയിലുള്ള ഒരു കാര്യമായിരിക്കണം. പിന്നെ മൂന്നാമത് ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് പറയണമെന്ന് പോലുമില്ല. ചിലപ്പോ നമുക്കൊരു ആംഗ്യം കൊണ്ട് പറയാം. ഇപ്പൊ വല്ലാതെ ശബ്ദം ഇതായിട്ടിരിക്കുകയാണ്. ഇപ്പം എന്താ പറയാ ഹൈറ്റ് കുറച്ച് കൂട്ടണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല കുറച്ചും കൂടി ആവാം, ഇല്ല കുറച്ച് കുറക്കണം എന്ന് പറയുന്നത് അവിടെ സംസാരം പോലും ഇല്ല. കൈകൊണ്ട് ആംഗ്യത്തോടു കൂടി ആവാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു നോട്ടം കൊണ്ടാവാം, ഒരു ചിരിയിലാവാം. പക്ഷേ ഇന്നത്തെ കീ പോയിന്റ് എന്താ പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ലക്ഷ്മിയടത്തിക്കും പിന്നെ ലക്ഷ്മിയടത്തിക്ക് മനസ്സിലായോ ഇല്ലെന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു സാമാന്യ ബുദ്ധി ഞാൻ കാണിക്കണം. ഞാൻ ലക്ഷ്മിയടത്തിയോട് പറഞ്ഞു, പക്ഷെ ലക്ഷ്മിയടത്തിക്ക് അത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്റെ ഭാഗത്തും കൂടെ ഉത്തരവാദിത്വമുണ്ട്. അതെ, പലപ്പോഴും സൈലൻസ് ഓൾസോ സ്പീക്സ് അല്ലേ. അതെ, അർത്ഥവത്തായ മൗനം നമ്മൾ പറയുമല്ലോ, അതിൽ നിന്ന് പല അർത്ഥങ്ങളും മൗനത്തിൽ നിന്ന് സൈലൻസിന് പല അർത്ഥങ്ങളും നമുക്ക് കിട്ടും. ചിലപ്പോ യെസ് ആവാം, ചിലപ്പോ നോ ആവാം, രണ്ടും ആവാം. ഈ പണ്ടൊക്കെ മൗനം സമ്മതം എന്നൊക്കെ പറയും, പ്രത്യേകിച്ച് പ്രണയാഭ്യർത്ഥന നടത്തുന്ന കൂട്ടത്തിലൊക്കെ. പക്ഷെ എല്ലാ മൗനങ്ങളും സമ്മതമായിക്കൊള്ളണമെന്നില്ലല്ലോ. ചിലപ്പോ പോസിറ്റീവ് ആയിരിക്കും മൗനം, ചിലപ്പോ നെഗറ്റീവ്. പോസിറ്റീവ് ആവണത് സാധാരണയായിരിക്കാം, പക്ഷെ നെഗറ്റീവ് ആവണത് നമ്മള് അത് നോ എന്നുള്ളത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. നോട്ട് ഇൻ സോ മെനി വേർഡ്സ്, അങ്ങനെ വാക്കുകളിൽ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് പുറത്തേക്ക് പറയാൻ ഒരു മടി ഉണ്ടാവും. അപ്പൊ നോ എന്നുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പറയുന്ന ആള് അല്ലെങ്കിൽ കേൾക്കുന്ന ആള് മനസ്സിലാക്കുക, പറയുന്ന ആളല്ല കേൾക്കുന്ന ആള് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അതെ, ഈ പ്രത്യേകിച്ച് കോടതികളിലെ ഈ സാക്ഷി വിസ്താരത്തിന്റെ ഒക്കെ ഇടയിൽ പലപ്പോഴും ഓരോ വക്കീലും അവർക്ക് എന്താണോ വേണ്ടത് അത് എടുക്കാൻ വേണ്ടിയാണ് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് പലപ്പോഴും. അപ്പൊ അവിടെ പല കാര്യങ്ങളും മൗനം, അവിടെ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ, യെസ് ഓർ നോ പറയണം എന്ന് പറയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ജീവിതത്തിലും ഉള്ള പല സാഹചര്യങ്ങളും. ചില സാഹചര്യങ്ങളിൽ നീ ഇപ്പൊ പറയണം, രണ്ടിലൊന്നെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള സമയം പോലും പലപ്പോഴും കിട്ടില്ല. അത് പിന്നീട് സമ്മതമായിട്ടോ അല്ലെങ്കിൽ വിസമ്മതമായിട്ടൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളതാണ് ഇതിന്റെ സത്യം. അതാ വെച്ചാല് എന്തൊക്കെയാണ് ചിലത് ഈ പറയാനുള്ളത് മുഴുവൻ പറയണമെന്നില്ല. പലപ്പോഴും പറഞ്ഞതിന്റെ ബാക്കി എന്താ പറയാ അല്പം പറഞ്ഞ് പിന്നെ പലതും പറയാൻ ബാക്കി വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം ഒരു പാട്ടായിക്കോട്ടെ. അല്ല, അത് ദിൽനെ കഹാ എന്നുള്ള അതാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ചെയ്യാം, ഹൃദയം കൊണ്ട് നമുക്ക് കേൾക്കുകയും ചെയ്യാം. അങ്ങനെയും കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. അതും ഒരു അച്ഛനും മകളും തമ്മിൽ തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു കുടുംബത്തില് ആ കുട്ടിയുടെ മകളുടെ മനസ്സിൽ തോന്നുന്നതാണ് ഇത്. ഇതിനൊരു കീ പോയിന്റ് എന്താ വെച്ചാല് നമ്മൾ പറയുന്നത് അല്ല, എന്ത് കേട്ടു എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, നമ്മൾ പറഞ്ഞത്, നമ്മൾ കേട്ടതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടാണെന്ന്